നമ്മുടെ സമൂഹത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന, സേവനം ചെയ്യുന്ന വ്യക്തികളിൽ വിദ്യാഭ്യാസ രംഗത്തും ആതുര ശുശ്രൂഷ രംഗത്തും രാഷ്ട്രസേവന രംഗത്തും സാംസ്കാരിക രംഗത്തും വളരെയേറെ വ്യക്തികൾ പ്രവർത്തിക്കുന്നുണ്ട്. മാധ്യമരംഗത്ത് ഏറ്റവും ആദ്യം സംഭാവന നൽകിയിട്ടുള്ളതും മറ്റു സമുദായങ്ങളെ അടക്കം വളർത്തിയിട്ടുള്ളതും ക്രൈസ്തവ സമൂഹമാണ്. ആദ്യത്തെ പ്രസ് തന്നെ തുടങ്ങിയത് ചാവറയച്ചൻ്റെ നേതൃത്വത്തിലാണല്ലോ. എന്നാൽ ഈ സാമൂഹിക സാംസ്കാരിക മാധ്യമ രംഗത്ത് പലപ്പോഴും ക്രൈസ്തവ സമൂഹം പിന്തള്ളപ്പെടുന്നുണ്ട് എന്നുള്ളത് ഒരു വാസ്തവമാണ്. ഈ സാഹചര്യം മനസ്സിലാക്കി കലാകാരന്മാരെ, സാംസ്കാരിക നായകന്മാരെ വളർത്തുവാൻ കുടുകുളം പിതാവിൻ്റെ കാലത്ത് ആരംഭം കുറിച്ച പല പദ്ധതികളുണ്ട്. അതിലൊന്നാണ് കലാസദൻ. പ്രത്യേകിച്ച് നല്ല ഗായകരെ, നന്നായിട്ട് അഭിനയിക്കുന്നവരെ, നന്നായി പൊതുപ്രവർത്തനം നടത്തുന്നവരെ, അവരെ ഒന്നിപ്പിക്കാനും വളർത്താനും പലപ്പോഴും അവരെ പലതരത്തിൽ സഹായിക്കാനുമായി കലാസദൻ പ്രവർത്തിക്കുകയാണ്. ദുഃഖിതരേ പീഡിതരേ നിങ്ങൾ കൂടെ വരൂ, നിർധനരേ മർദ്ദിതരേ നിങ്ങൾ കൂടെ വരൂ, ദുഃഖിതരേ പീഡിതരേ നിങ്ങൾ കൂടെ വരൂ, നിർധനരേ സ്വർഗരാജ്യം സ്വർഗരാജ്യം. സാംസ്കാരിക കേരളത്തിന് ക്രൈസ്തവ സഭ നൽകിയ വിലപ്പെട്ട സംഭാവനകളിൽ മുൻനിരയിലെ പേരുകളിലൊന്നാണ് കലാസദൻ തൃശൂർ. 50 വർഷത്തെ പാരമ്പര്യവുമായി കലാകേരളത്തിൽ തലയുയർത്തി നിൽക്കുന്ന കലാസാംസ്കാരിക കൂട്ടായ്മ. വിവിധങ്ങളായ സാംസ്കാരിക പ്രവർത്തനത്തോടൊപ്പം തന്നെ നാടക, സംഗീത, ചിത്രകലാരംഗത്തും സമഗ്രമായ ഇടപെടലുകളാണ് കലാസദൻ നാളിതുവരെ നടത്തിയിട്ടുള്ളത്. ഓഡിയോ കാസറ്റുകളെ കേരളക്കരയ്ക്ക് പരിചയപ്പെടുത്തിയതും ക്രിസ്ത്യൻ ഭക്തിഗാനങ്ങളുടെ ഓഡിയോ പതിപ്പ് അവതരിപ്പിച്ചതും 100-ലധികം കലാകാരന്മാരെ പങ്കെടുപ്പിക്കുന്ന നാടകാവതരണവും കലാസദൻ പിന്നിട്ട നാഴികക്കല്ലുകളിൽ ചുരുക്കം ചിലത് മാത്രം. വേദികൾ തോറുമുള്ള അവതരണങ്ങൾക്കപ്പുറം കലാപ്രവർത്തകരുടെ ഉന്നമനത്തിനും ക്ഷേമത്തിനും പ്രാധാന്യം നൽകി അവർക്ക് പ്രോത്സാഹനവും സംരക്ഷണവുമായി എന്നുമൊപ്പം നിൽക്കുന്ന വ്യത്യസ്തമായ പ്രവർത്തന ശൈലിയാണ് കലാസദൻ മുന്നോട്ട് വയ്ക്കുന്നത്. ആസ്വാദനത്തിനപ്പുറം കലാകാരന്മാരെ അവഗണിച്ചു തള്ളുന്ന നമ്മുടെ നാട്ടിൽ അവരെ ചേർത്തു നിർത്തുന്ന ചുരുക്കം കലാസംഘങ്ങളിൽ ഒന്നാണ് കലാസദൻ. ആയിരത്തി 1972 ഡിസംബർ 30 ആരംഭിച്ച ഈ സംഘടന പിന്നീട് അങ്ങോട്ട് വളർച്ചയുടെ വലിയ പടവുകൾ തന്നെ കാണാനുണ്ട്. ഒരുപാട് നാടകങ്ങൾ, പ്രൊഫഷണൽ നാടകങ്ങൾ അരങ്ങേറിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ശാപരശ്മി, സർഗക്ഷേത്രം, സീതാചക്രം, അലകൾ ഉറങ്ങുന്നില്ല, സബര്യ, ഫാദർ ഡാമിയൻ, അങ്ങനെ നിരവധി പ്രൊഫഷണൽ നാടകങ്ങൾ കലാസദനിൽ ഒരു കാലഘട്ടത്തിൽ അവതരിപ്പിച്ചിരുന്നു. ഈ പ്രൊഫഷണൽ നാടകങ്ങളിലൂടെ നിരവധി കലാകാരന്മാർ സിനിമ രംഗത്തേക്ക് എത്തിയവരുണ്ട്. TG രവി, CI പോൾ, ജോസ് പല്ലിശ്ശേരി, ഫിലോമിന തുടങ്ങിയ കലാകാരന്മാരൊക്കെ ഈ നാടകത്തിലൂടെ, ഈ പ്രൊഫഷണൽ നാടകങ്ങളിലൂടെ സിനിമാ രംഗത്തേക്ക് എത്തിച്ചേർന്നവരാണ്. അവരെയൊക്കെ വളർത്തിയതിൽ കലാസദന് വലിയ അഭിമാനമുണ്ട്.
കേരളത്തിന് തന്നെ പുതിയൊരു നാടക സംസ്കാരം പരിചയപ്പെടുത്തുകയായിരുന്നു 2010 കലാസദൻ. തൃശ്ശൂർ ശക്തൻ നഗറിൽ 300ഓളം കലാകാരന്മാരെ വെച്ചുകൊണ്ടായിരുന്നു ഒരു നാടകം അരങ്ങേറിയത്. പ്രസിദ്ധനായ നാടകരചയിതാവ് CJ തോമസിൻ്റെ ആ മനുഷ്യൻ നീ തന്നെ എന്ന നാടകം, ദാവീദ് രാജാവിൻ്റെ കഥ, നാഥാൻ പ്രവാചകൻ പറയുന്ന വാചകങ്ങളാണ് നാടകത്തിൻ്റെ പേര് തന്നെ, ആ മനുഷ്യൻ നീ തന്നെ. അന്ന് 25,000 സ്ക്വയർ ഫീറ്റിൽ ശക്തൻ നഗറിൽ AC ഓഡിറ്റോറിയത്തിലായിരുന്നു ഒരു വലിയ നാടകശാല തന്നെ ഉണ്ടാക്കി 7 സ്റ്റേജുകളിലായിട്ടാണ് അവിടെ നാടകം അരങ്ങേറിയത്. 300ഓളം കലാകാരന്മാരെ അതിനകത്ത് അഭിനയിച്ചു. ഒരുപാട് പേര് അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചു. അത്രമാത്രം ആളുകളെ, കലാകാരന്മാരെ വളർത്താനായി ശ്രമിച്ച ഒരു നാടകമായിരുന്നു അത്. കോവിഡിൻ്റെ ഈ ഒരു പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ച് പെർഫോമിംഗ് ആർട്സിന് വേദികൾ ഇല്ലാതിരിക്കുന്ന ഒരു സമയമാണ്. എങ്കിലും ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട് കലാസദൻ ഇതിനകം പ്രത്യേകിച്ച് ഗാനമേള, ഓൺലൈൻ ഗാനമേളകൾ 6ഓളം പ്രോഗ്രാമുകൾ ഈ ഒരു 1.5 വർഷത്തിനിടയിൽ നടത്തി കഴിഞ്ഞു. പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് കലാകാരന്മാരെ വളർത്താനുള്ള, കലയെ വളർത്താനുള്ള പരിശ്രമങ്ങൾ കലാസദൻ മുന്നോട്ട് നീക്കുന്നു. KPSC പോലെയുള്ള പ്രസ്ഥാനങ്ങൾ പ്രത്യേക പ്രത്യയശാസ്ത്രങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ വിജയം കണ്ടു നടന്ന കാലം. ക്രിസ്തീയ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ, സുവിശേഷ സത്യങ്ങൾ ജനഹൃദയങ്ങളിലേക്ക് എത്തിക്കാൻ, അതിനുള്ള കലാകാരന്മാരെ വളർത്തിയെടുക്കാൻ ഒരു കത്തോലിക്ക പ്രസ്ഥാനം ആവശ്യമാണെന്ന് എനിക്കും എൻ്റെ കൂടെ നിന്ന ചില സുഹൃത്തുക്കൾക്കും ബോധ്യം വന്ന കാലം. രൂപതാടിസ്ഥാനത്തിൽ അങ്ങനെയൊരു പ്രസ്ഥാനം തുടങ്ങാൻ അന്നത്തെ രൂപതാധ്യക്ഷനായിരുന്ന യശശരീരനായ മാർ ജോസഫ് കുണ്ടുകുളം തിരുമേനി അനുവാദവും അനുഗ്രഹവും സഹായവും നൽകിയപ്പോൾ ഞാൻ അതിനെ ധൈര്യപൂർവ്വം ഇറങ്ങി പുറപ്പെട്ടു. നല്ല നാടകങ്ങൾ അവതരിപ്പിക്കാൻ ഒരു നാടകവേദിയായിരുന്നു മുൻപന്തിയിൽ. നല്ല പാട്ടുകാരെയും സംഗീത വിദഗ്ധരെയും പ്രോത്സാഹിപ്പിക്കാനും വളർത്തി വലുതാക്കാനും ഒരു ഗാനമേള ട്രൂപ്പ്. നൃത്തരൂപത്തിലൂടെ ക്രിസ്തീയ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ ഒരു നൃത്ത നാടക സംഘം. സുവിശേഷങ്ങളിലെ ക്രിസ്തുവിനെ മംഗളവാർത്ത മുതൽ ഉത്ഥാനം വരെയുള്ള രംഗങ്ങൾ ബാലരൂപത്തിൽ അവതരിപ്പിക്കാൻ അക്കാലത്ത് സാധിച്ചത് എൻ്റെ ഓർമ്മയിൽ ഇപ്പോൾ തെളിഞ്ഞു വരികയാണ്. യുവജനങ്ങൾക്കായി യുവജനോത്സവം, അതിലൂടെ കലാതിലകങ്ങൾ എന്നിങ്ങനെ പല പരിപാടികൾക്കും തുടക്കമിടാനും സാധിച്ചു. തൃശ്ശൂർ കിഴക്കേക്കോട്ടയിലുള്ള പാസ്റ്റർ സെൻറ്ററിലാണ് തൃശ്ശൂർ കലാസദൻ്റെ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്. 2007 വരെ അവിടെയായിരുന്നു കലാരംഗത്തേക്ക് കടന്നു വരുന്ന വിദ്യാർത്ഥികളെ നമ്മൾ പരിശീലനം നൽകി സമൂഹത്തിൻ്റെ വിവിധ തുറകളിലേക്ക് പറഞ്ഞു വിട്ടിരുന്നത്. എന്നാൽ 2007 തൃശ്ശൂർ അതിരൂപത കാച്ചേരി മഡോണയിലുള്ള സെൻറ്റ് മേരീസ് മൈനർ സെമിനാരിക്ക് സമീപം അനുവദിച്ച 10 സെൻറ്റ് സ്ഥലത്താണ് കലാകാരന്മാർക്ക് വേണ്ടിയിട്ട് ഒരു കെട്ടിടം കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രാലയത്തിൻ്റെയും തൃശ്ശൂരിലെ സുമനസ്സുകളുടെയും സഹായത്തോടു കൂടിയിട്ട് നമ്മൾ നിർമ്മിക്കുന്നത്. 2007 പണിതീർത്ത ഈ കെട്ടിടത്തിലാണ് ഇപ്പോൾ 3 വ്യത്യസ്തങ്ങളായിട്ടുള്ള കലാപ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് വാദ്യോപകരണങ്ങൾ, വോക്കൽ, നൃത്താഭ്യാസം എന്നിവ നടത്തി വരുന്നത്. കേരളത്തിലെ രൂപതകളിൽ, കത്തോലിക്ക രൂപതകളിൽ ഏറ്റവും ആദ്യമായി ആരംഭിച്ച കലാസാംസ്കാരിക പ്രസ്ഥാനമാണ് തൃശ്ശൂർ കലാസദൻ. ഇതിൻ്റെ വിവിധ മേഖലകളിലുള്ള പ്രവർത്തനങ്ങൾ ഭാഗമായി സാഹിത്യം, അതുപോലെ ചിത്രകല, ഈ നൃത്ത രൂപങ്ങൾ, അങ്ങനെ വിവിധ മേഖലകളുണ്ട്. സാഹിത്യ വിഭാഗത്തിൽ ആരംഭം മുതൽ തന്നെ വളരെ കാര്യമായ തരത്തിൽ സാഹിത്യ മത്സരങ്ങളും ശില്പശാലകളുമെല്ലാം നടത്താറുണ്ട്. അതിൻ്റെ ഭാഗമായി 1976 തന്നെ 3 പുസ്തകങ്ങൾ നമുക്ക് പ്രസിദ്ധീകരിക്കാൻ കഴിഞ്ഞു. ഒന്ന് നാമ്പുകൾ, ദർശനങ്ങൾ, മുഖങ്ങൾ, ലേഖന സമാഹാരം, ചെറുകഥാ സമാഹാരം, ഏകാംഗ സമാഹാരം. ഇങ്ങനെ 3 സമാഹാരങ്ങളാണ് അന്ന് പ്രസിദ്ധീകരിച്ചത്. പല എഴുത്തുകാരും അന്ന് ആരംഭത്തിൽ എഴുതിക്കൊണ്ടിരുന്ന ആളുകളാണെങ്കിലും ഇന്ന് പ്രമുഖരായിട്ടുള്ള പല എഴുത്തുകാരും ആദ്യമായിട്ട് എഴുതിയ
കൃതികളായിരുന്നു ആ പുസ്തകത്തിൽ ഉൾക്കൊള്ളിച്ചിരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ആരംഭം മുതൽ തന്നെ നമ്മൾ അർണോസ് പാതിരിയുടെ ഇന്ന് കാണുന്ന അത്ര കാര്യങ്ങളൊന്നും അന്ന് ജനങ്ങൾക്ക് ഇരുന്നില്ല. അതുകൊണ്ട് അർണോസ് പാതിരിയെ സംബന്ധിച്ച് നമ്മൾ വിവിധ സെമിനാറുകൾ, ക്യാമ്പുകൾ, വാഹന പ്രചരണ ജാഥകളെല്ലാം നടത്തി അർണോസ് പാതിരിയുടെ സാഹിത്യ സംഭാവനകളെ പറ്റി പൊതുജനങ്ങൾക്ക് പകർന്നു കൊടുക്കാനായിട്ട് ഉള്ള അവസരങ്ങൾ ഉണ്ടാക്കിയിരുന്നു. പിന്നീട് നമ്മൾ ഇതിനോടനുബന്ധിച്ച് തന്നെ ഈ നൃത്ത ബാലെ സംഘടിപ്പിച്ചു. അതിൽ മിശിഹാ ചരിത്രം, അതുപോലെ തന്നെ സെൻറ്റ് ജോർജ്, വേളങ്കണ്ണി മാതാവ്, വിശുദ്ധ അഗസ്തീനോസ് തുടങ്ങിയിട്ടുള്ള ബാലെ അന്ന് കാലത്ത് വിവിധ പള്ളികളിൽ അവതരിപ്പിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ചിത്രകലാ രംഗത്തും നമ്മൾ കൂടുതൽ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. 1985 അഖില കേരള അടിസ്ഥാനത്തിൽ ഒരു ചിത്രകലാ ക്യാമ്പ്, 3 ദിവസത്തെ ക്യാമ്പ് തൃശ്ശൂർ വെച്ച് നടത്തുകയുണ്ടായി. അതിൽ MV ദേവൻ, ശ്രീ റാം, അതുപോലെ തന്നെ ശ്രീ ആൻ്റണി ദേവസി, CD റാഫേൽ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള പ്രമുഖരായിട്ടുള്ള ആർട്ടിസ്റ്റുകൾ, B ശങ്കരമേനോൻ തുടങ്ങിയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ അതിന് നേതൃത്വം കൊടുക്കുകയും അതിൽ നിന്നുണ്ടായ ചിത്രരചനകൾ ഉപയോഗിച്ച് പിന്നീട് വിവിധ സ്ഥലങ്ങളിൽ ചിത്ര പ്രദർശനങ്ങൾ നടത്തുകയുണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി 1995 ഒല്ലൂരിൽ വെച്ച് ഒരു ശില്പശാല നടത്തുകയും ഈ ചിത്ര പ്രദർശനങ്ങളുടെ ഏകദിന ഒരു പ്രദർശനം അവിടെ സംഘടിപ്പിക്കുകയും അതിനോടനുബന്ധിച്ചും ഒരു ക്യാമ്പ് നടത്തുകയുണ്ടായി. അതുപോലെ തന്നെ ഒരു കാലഘട്ടത്തിൽ ഈ കാർട്ടൂൺ ശില്പശാല നടത്തുകയുണ്ടായി. അതിലും നമ്മൾ യുവാക്കളെ കാർട്ടൂൺ വരയ്ക്കുന്ന ചെറുപ്പക്കാരായിട്ടുള്ള കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് അതുവഴിയായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. കലാസനെ കുറിച്ച് പറയുമ്പോൾ 50 വർഷത്തോളമുള്ള പാരമ്പര്യമുള്ള ഈ സംഘടനയ്ക്ക് ഒട്ടേറെ കാര്യങ്ങൾ പറയാനുണ്ട്. അതിൽ കേരളത്തിലെ കാസറ്റ് എന്ന ഒരു സംഗീത മാധ്യമം കേരളക്കാർക്ക് പരിചയപ്പെടുത്തി കൊടുത്തത് തൃശ്ശൂർ കലാസനാണെന്ന് അഭിമാനപൂർവ്വം പറയട്ടെ. അത് പ്രശസ്ത ഗാനരചയിതാവും സാഹിത്യകാരനും മാതൃഭൂമിയുടെ എഡിറ്റോറിയൽ ബോർഡ് അംഗവുമായിരുന്ന ശ്രീ RK ദാമോദരൻ മാതൃഭൂമിയിൽ പത്രത്തിൽ പ്രസിദ്ധീകരിച്ച ഒരു ഗവേഷണ ലേഖനത്തിൽ പ്രതിപാദിച്ചിട്ടുള്ള കാര്യം കൂടിയാണ്. ഇന്നത്തെ പോലെ സ്റ്റുഡിയോ സംവിധാനങ്ങളും സാങ്കേതിക മികവൊന്നും ഇല്ലാതിരുന്ന അവസരത്തിൽ കലാസദൻ തന്നെ ഹാളിൽ അതിനുള്ള കർട്ടൻസും മറ്റും ഒരുക്കി അവിടെ തന്നെയാണ് അത് റെക്കോർഡ് ചെയ്തത്. പക്ഷേ അത് ഇന്നും അതിലെ ക്വാളിറ്റിയിൽ മുമ്പിൽ തന്നെ നിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ സംഗീതരംഗത്ത് ഒട്ടേറെ കാര്യങ്ങൾ പല അവസരത്തിലായിട്ട് കലാസൻ ചെയ്യാനായിട്ടുണ്ട്. പ്രശസ്ത സംഗീത കമ്പനിയായ HMV മദ്രാസിനോട് ചേർന്ന് 2 തവണ പുലരി, തേജസ് എന്നീ 2 LP റെക്കോർഡുകൾ പ്രസിദ്ധീകരിക്കാനായിട്ടുണ്ട്. അതിലെല്ലാം ഗാനങ്ങൾ ആലപിച്ചിരിക്കുന്നത് പ്രശസ്തരായ ഗായകരാണ്. ഉണ്ണിമേനോൻ, സുജാത തുടങ്ങിയുള്ള മികവുറ്റ ഗായകരാണ് അതിൽ പങ്കെടുത്തിട്ടുള്ളത്. അതിനുശേഷം നിരവധി ആൽബങ്ങൾ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ദിവ്യബലിയുടെ ഗാനങ്ങൾ വളരെ ലളിതവും മനോഹരമായിട്ടുള്ള ഈണം പകർന്ന് ശ്രീ PK സണ്ണിയുടെ നേതൃത്വത്തിൽ കുർബാന ഗീതങ്ങൾ ഇറക്കുകയുണ്ടായി. അത് വളരെയേറെ ജനശ്രദ്ധ പിടിച്ചു പറ്റിയതും വളരെ ജനകീയമായിട്ടുള്ള ഒരു സംരംഭമായിരുന്നു. അതുപോലെ തന്നെ പരിശുദ്ധ ജോൺ പോൾ II മാർപ്പാപ്പയുടെ ഭാരത സന്ദർശന വേളയിൽ തൃശ്ശൂരത്തിലെ വേദിയിൽ 300ഓളം ഗായകരെ വെച്ച് ഒരു ദിവ്യബലി അർപ്പിക്കാനായിട്ടുള്ള ഗായക സംഘത്തെ ഒരുക്കാനായിട്ട് കലാസന് കഴിഞ്ഞു. ഒപ്പം മഹാജൂബിലിയുടെ ആരംഭത്തിലും അവസാനത്തിലും 250 പേര് വീതം ഉള്ള ഗായക സംഘവും അന്ന് മധുരഗീതങ്ങൾ ആലപിക്കുകയുണ്ടായി. തൃശ്ശൂരിൽ നടന്ന അഖിലേന്ത്യ കാത്തലിക് ബിഷപ്സ് കോൺഫറൻസിൻ്റെ CBCIയുടെ സമ്മേളനത്തിൻ്റെ സമാപനത്തിൽ
300 പേരടങ്ങിയ ഒരു ഗായക സംഘവും ഒരുക്കാനായിട്ട് കലാസേന ഭാഗ്യമുണ്ടായിട്ടുണ്ട്. അതുപോലെ മെത്രാഭിഷേക അവസരങ്ങളിൽ അതിനോടൊപ്പം ചേർന്ന് വിശുദ്ധ കുർബാനയ്ക്ക് ഗാനങ്ങൾ അർപ്പിക്കാനുള്ള അവസരവും കലാസേന കിട്ടിയിട്ടുണ്ട്. 1998 കേരളത്തിലെ ഒട്ടേറെ പ്രതിഭകൾ കലാസേനയിലൂടെ കലാകേരളത്തിന് സമ്മാനിച്ചിട്ടുണ്ടെങ്കിലും ലോകത്തിൽ തന്നെ ഏറ്റവും സംഗീതരംഗത്തെ ഏറ്റവും ബഹുമതിയായ ഗ്രാമി അവാർഡ് നേടിയ ശ്രീ മനോജ് ജോർജ്, അദ്ദേഹത്തിൻ്റെ പരിശീലനവും ആദ്യം മുതലുള്ള പൊതുപരിപാടികൾ പബ്ലിക് പെർഫോമൻസ് കലാസേനയിലൂടെയാണ് എന്നതിൽ വളരെയേറെ അഭിമാനവും സന്തോഷമുണ്ട്. കലാസേനൻ്റെ സംഗീതയാത്രയിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള, ഏറെ ജനപ്രിയമായിട്ടുള്ള ഒരു കലാസംരംഭമായിരുന്നു, സംഗീത സംരംഭമായിരുന്നു പഴയകാല ഗാനങ്ങളെ കോർത്തിണക്കിക്കൊണ്ടുള്ള കലാസൻ തേൻതുള്ളികൾ എന്ന സംഗീത പരമ്പര. ഈ ഓരോ സംഗീത വിരുന്നുകളിലും പഴയകാല കലാപ്രതിഭകളെ അവരുടെ ആയ കാലത്ത് ശ്രോതാക്കളെ ആനന്ദത്തിൽ ആറാടിച്ച് പിന്നീട് വാർദ്ധക്യം മൂലവും മറ്റ് കാരണങ്ങളാലും വേദികളിൽ നിന്ന് വിട്ടുനിൽക്കുകയും തീർത്തും അവഗണിക്കപ്പെടുകയും ചെയ്യുന്ന കലാകാരന്മാരെ തേടിപ്പിടിച്ച് ഓരോ വേദിയിലും അവരെ ആദരിക്കുകയും അവർക്ക് ആവും വിധം ഒരു കൈത്താങ്ങ് നൽകാൻ, സ്നേഹ കൈത്താങ്ങ് എന്ന പേരിൽ ഒരു കൈത്താങ്ങ് നൽകാൻ കലാസേന കഴിഞ്ഞിട്ടുണ്ടെന്ന് ഉള്ള കാര്യത്തിൽ ഏറെ ചാരിതാർത്ഥ്യമുണ്ട്. ഇപ്പോൾ കലാകാരന്മാർ അവരുടെ അതിജീവനത്തിന് വേണ്ടി വീർപ്പുമുട്ടുന്ന അവസരത്തിൽ അവരെ വേദികളില്ലാതെ വീർപ്പുമുട്ടുന്ന അവസരത്തിൽ അവരെ സഹായിക്കാനായിട്ട് കലാസൻ മുന്നോട്ട് വരികയും 8ഓളം ഓൺലൈൻ പരിപാടികൾ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. കലകളെവിടെ കൂട്ടരെ, കലകളെവിടെ കൂട്ടരെ, കാലത്തിൻ കരളു തണുപ്പിച്ചാടിപ്പാടിയ കൂടപ്പിറപ്പം പ്രതിഭകളെവിടെ കൂട്ടരെ, പ്രതിഭകളെവിടെ കൂട്ടരെ. പത്മഭൂഷൺ KJ യേശുദാസ്, SP ബാലസുബ്രഹ്മണ്യം, വേണുഗോപാൽ, ഉണ്ണിമേനോൻ, P ലീല തുടങ്ങി വിവിധ തലമുറകളിലെ സംഗീത പ്രതിഭകളോടൊപ്പം പ്രവർത്തന പരിചയമുള്ള കലാസദന് പ്രതിസന്ധികളും ഏറെയായിരുന്നു. സാമ്പത്തിക നേട്ടങ്ങളെല്ലാം കലാകാരന്മാർക്ക് വീതിച്ചു നൽകുമ്പോഴും പ്രസ്ഥാനത്തിൻ്റെ നിലനിൽപ്പ് പലപ്പോഴും ചോദ്യചിഹ്നമായി. അവിടെ നിന്നെല്ലാം കരകയറുന്നതിലെ ദൈവിക ഇടപെടലുകളുടെ വ്യത്യസ്ത അനുഭവങ്ങൾ കലാസദൻ പ്രവർത്തകർക്ക് എപ്പോഴും പ്രോത്സാഹനമാണ്. ഏത് പ്രതിസന്ധികളിലും തങ്ങൾക്കൊപ്പമുള്ള കലാപ്രവർത്തകരെ കൈയൊഴിയാതെ അവരുടെ ക്ഷേമം മാത്രം ലക്ഷ്യമാക്കി പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യുന്ന കലാസദൻ കേരളത്തിലെ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് മാതൃകയാണ്, ക്രൈസ്തവ സഭയ്ക്ക് അഭിമാനവും. കല, സംഗീതം, നാടകം, നൃത്തം, സാഹിത്യം എല്ലാം മനുഷ്യ വളർച്ചയ്ക്ക്, അതും മനുഷ്യൻ്റെ സമഗ്ര വളർച്ചയ്ക്ക് ഉതകുന്നതാണെന്നുള്ള തിരിച്ചറിവോടുകൂടി തൃശ്ശൂരിനെ വളർത്തുന്നതിൽ അതിരൂപതയുടെ ആ മികവ് ഇവിടെ ചൂണ്ടിക്കാണിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെയാണ് കലാകാരന്മാർക്ക് ഒരു തളർച്ച വന്നപ്പോൾ കലാരംഗത്തെ ഈ സംഘടന
അവരോടൊപ്പം ഉണ്ടായതിൻ്റെ ഒരു ചരിത്രം കൂടി എനിക്ക് പറയാനുള്ളത്. തുടക്കം മുതൽ തന്നെ കലാകാരന്മാരെ ചേർത്ത് പിടിക്കുന്ന ഒരു സ്വഭാവം. ഏത് പ്രോഗ്രാം കഴിഞ്ഞാലും അതിൽ നിന്ന് കിട്ടുന്ന പണം അത് ഓരോ കലാകാരനും അവരർഹിക്കുന്ന രീതിയിൽ തന്നെ വിതരണം ചെയ്തുകൊണ്ട് അവരുടെ കുടുംബവും അവരുടെ കലാസ്നേഹവും അവരുടെ കലാപരമായ കഴിവുകളും നിലനിർത്തുന്നതിൽ ഈ സംഘടന വളരെ ശക്തമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ സംഘടനയുടെ നീക്കിയിരിപ്പിനെ പറ്റി ചോദിക്കുമ്പോൾ സംഘടനയുടെ പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് എനിക്ക് നിങ്ങളുടെ മുൻപിൽ തുറന്നു കാണിക്കാൻ പറ്റും, കാര്യമായൊരു നീക്കിയിരിപ്പും സംഘടനയുടെ പേരിലില്ല. പക്ഷേ ഞങ്ങളുടെ നീക്കിയിരിപ്പ്, ഞങ്ങളുടെ കൈമുതൽ എന്ന് പറയുന്നത് ആദ്യ ദിവസം തൊട്ട് ഈ സംഘടനയോടുകൂടി ചേർന്ന് പ്രവർത്തിച്ച കലാകാരന്മാരാണ്. അവരെ എന്നും ഇന്നും വിളിച്ചാൽ അവർ സംഘടനയോടുകൂടി ചേർന്ന് നിൽക്കുന്നു. അതിൻ്റെ കാരണം എന്താണ്? അവരുടെ കലാപരമായ പ്രവർത്തനങ്ങളെ മാറോട് ചേർത്തതിൻ്റെ സ്നേഹമാണ് അവർ ഈ വിളിയുടെ പുറത്ത് ഓടിയെത്തുന്നതിൻ്റെ കാരണം. അതിനാൽ തന്നെ ഓരോ ആഘോഷങ്ങളും കടന്നു വരുമ്പോഴും കലാകാരന്മാരെ ആദരിക്കുന്നതിലും അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് വേണ്ട സാമ്പത്തിക സഹായം നൽകുന്നതിലും കലാസദൻ എന്ന ഈ സംഘടന എന്നും മികവ് പുലർത്തിയിട്ടുണ്ട്. ഈ സാംസ്കാരിക സംഘടനയുടെ സിൽവർ ജൂബിലി ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് ഭാരതത്തിൽ സംഗീത രംഗത്ത് വളരെ പ്രശസ്തയായ സുനിത ചൗഹാനെയും അതുപോലെ തന്നെ പ്രദീപ് സോമസുന്ദരത്തെയും ക്ഷണിച്ചുകൊണ്ട് ഈ രണ്ട് സംഗീത പ്രതിഭകൾ മേരി ആവോസുനയിലൂടെയാണ് ഇന്ത്യയിൽ മുഴുവൻ പ്രശസ്തരായത്. അവരെ കലാസദൻ്റെ സംഗീത പണയോടുകൂടി തൃശ്ശൂരിലേക്ക് ആനയിക്കുകയും തൃശ്ശൂരിൽ വെച്ച് വളരെ മനോഹരമായ ഒരു സംഗീത സദ്യ കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ നൽകുകയും ചെയ്തു. ഈ ഒരു പ്രവർത്തനത്തിലൂടെ ലഭിച്ച ആ നീക്കിയിരിപ്പ് മുഴുവൻ നമ്മൾ തൃശ്ശൂരിലെ സെൻറ്റ് ജോസഫ് മെൻ്റൽ ഹോം എന്ന് പറയുന്ന ആ സ്ഥാപനത്തിനാണ് നൽകിയത്. ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു സത്യമുണ്ട്. കലാരംഗത്തെ പ്രവർത്തനങ്ങളിലൂടെ കലാസദൻ നേടിയെടുത്തത് കലാകാരന്മാരെയും അവരുടെ കലാപരമായ പോഷണത്തെയും അതിനോടൊപ്പം തന്നെ അവശത അനുഭവിക്കുന്ന തൃശ്ശൂരിലെയും സമീപസ്ഥമുള്ള മറ്റ് ജനങ്ങളെയും വളരെയധികം സഹായിക്കുന്നതിന് കൂടി വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ 3 സീസണുകളിലായി തേൻതുള്ളികൾ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം കലാസദൻ നടത്തി വരുന്നു. ഈ ഒരു ഗാനമേളയിലെ ഓരോ ഗാനമേളയിലും കലാസദൻ തിരഞ്ഞെടുക്കുന്ന കലാകാരന്മാരെ ആദരിക്കുന്നു. ഒപ്പം സാമ്പത്തികമായി കെട്ടുറപ്പ് നഷ്ടപ്പെട്ടുകൊണ്ട് അസുഖം ബാധിച്ച് കിടപ്പിലായിട്ടുള്ള കലാകാരന്മാരെ അന്വേഷിച്ചറിഞ്ഞ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള കലാകാരന്മാരിൽ ആരാണ് ഏറ്റവും അവശത അനുഭവിക്കുന്നതെങ്കിൽ അവരെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ഓരോ പ്രോഗ്രാമിലൂടെയും കലാസദൻ അവർക്ക് കലാസദൻ്റെ കയ്യിലുള്ള സാമ്പത്തിക സഹായം നൽകുന്നതിൽ മുന്നോട്ട് വന്നിട്ടുണ്ട്. దసని పని దగ మ పాప గమ పని ని సా సా పని సరి పమ గ గ మా పాప మరి ని పని మారి ని ద గమ పాప మ పని ని పని సరి ఆ. ഞാൻ കലാസദനിൽ 75 വന്നതാണ്, 75 ജനുവരിയിൽ. അവിടെ നിന്ന് കുറേ കാലം 2007 വരെ കലാസദൻ ഉണ്ടായിരുന്നു. 75 വയലിൻ പഠിക്കാൻ വേണ്ടിയാണ് കലാസദനിൽ വന്നത്. അങ്ങനെ അവിടെ ഒരു 10 വർഷത്തോളം ലെസ്ലി മാഷ് ആൾ പഠിപ്പിച്ചിരുന്ന മാഷെടുത്ത് 10 വർഷത്തോളം ക്ലാസ് അറ്റൻഡ് ചെയ്തു. അതിനിടയിൽ കുറേ ഗാനമേളകൾക്കൊക്കെ പോയി തുടങ്ങി.
ഒരുവിധം എല്ലാ പഴയ സിനിമ പിന്നണി ഗായകർക്കും ഞങ്ങൾ പശ്ചാത്തല സംഗീതം വായിക്കാനായിട്ട് പോയിട്ടുണ്ട്. പിന്നെ എനിക്ക് ഷുഗറിൻ്റെ കംപ്ലൈൻ്റ് ഉണ്ടായിരുന്ന കാരണം ഷുഗറൊക്കെ കൂടി അവസാനം കാലിൻ്റെ ഈ വലത് കാലിൻ്റെ തള്ളവിരൽ മുറിച്ച് കളയേണ്ടി വന്നു. എന്നാലും ഇപ്പോൾ ഷുഗർ ഇത്തിരി നോർമലാണ്, ഇപ്പോൾ ഇങ്ങനെ കൊണ്ടുപോകണം. പിന്നെ ഈ കോവിഡ് രോഗം കൂടി വന്ന് നിൽക്കുന്ന സമയത്താണ് എൻ്റെ ഇടത്തെ കാലിൻ്റെ ബോൺ ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നത്. കാരണം നിലത്ത് വീണു. അപ്പോൾ വീണ് കഴിഞ്ഞിട്ട് പിന്നെ കാല് അനക്കാൻ പറ്റിയില്ല. അങ്ങനെ അവസാനം ആശുപത്രിയിൽ കൊണ്ടുപോയി അതിൻ്റെ ഓപ്പറേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തു. ഇതിനൊക്കെ കലാസാറിൻ്റെ ജേക്കബ് ചെങ്ങലായി വേണ്ട സഹകരണവും കാര്യങ്ങളൊക്കെ എനിക്ക് തന്നിട്ടുണ്ട്. അത് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഈ കിറ്റുകൾ കിട്ടില്ല, അതൊക്കെ എന്തെങ്കിലും കിട്ടാണെങ്കിൽ ചെങ്ങലായി വന്നിട്ട് പറയും, ഫോൺ ചെയ്ത് പറയും. അപ്പോൾ നമ്മൾ മേടിച്ചിട്ട് വരും. അങ്ങനെ പല സഹായങ്ങളും ആളെ കൊണ്ട് നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ഞാൻ തൃശ്ശൂർ കലാസദനിൽ ഒരു സൗണ്ട് ടെക്നീഷ്യനായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഈ കഴിഞ്ഞ ഏപ്രിൽ 25-ാം തീയതി ഞാൻ കോവിഡ് ബാധിതനായി ഞാൻ ജൂബിലി മിഷനിൽ അഡ്മിറ്റായി. എനിക്ക് വലിയൊരു തുക തന്നെ ഈ കലാസദനിൽ നിന്ന് തന്ന് സഹായിച്ചിട്ടുണ്ട്. അതിൽ എനിക്ക് വേണ്ടി സഹായിച്ച എല്ലാ സഹപ്രവർത്തകരെയും മാനേജ്മെൻറ്റിനും, അതായത് ഫാദർ ഫിജോ അച്ഛൻ, എൻ്റെ എല്ലാ കാര്യങ്ങളും അന്നന്ന് അറിയുകയുണ്ടായി. പല ഗ്രൂപ്പുകളിലും ഉണ്ടെങ്കിലും കൂടെ കലാസദൻ ആർട്ടിസ്റ്റുകൾക്ക് വേണ്ടി ചെയ്യുന്ന അത് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അത് വീണ്ടും വീണ്ടും പറയേണ്ട ഒന്ന് തന്നെയാണ്. ഒരുപാട് ഗ്രൂപ്പുകൾ കേരളത്തിലുണ്ട്. അവരൊക്കെ ആർട്ടിസ്റ്റുകൾക്ക് വേണ്ടി ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യുന്നു എന്നുള്ളത് നമ്മളാരും അറിയുന്നില്ല. എന്നാൽ കലാസദൻ അങ്ങനെയല്ല. ആർട്ടിസ്റ്റുകൾക്ക് അവരെ വിളിച്ച് നിങ്ങൾ എന്തായാലും വരണം, ഇപ്പോൾ നമ്മുടെ കലാസദനിലൊരു ചെയ്യുന്നുണ്ട്, എല്ലാവരും വന്നേ മതിയാവും. അപ്പോൾ നമ്മളെ ഈ മഹാമാരി സമയത്ത് നമുക്ക് വരാൻ കഴിഞ്ഞില്ല എങ്കിൽ കൂടി നമ്മളത് എങ്ങനെയെങ്കിലും കലാസദനിലെത്തി എല്ലാവരും ഒന്ന് കണ്ട് സംസാരിക്കാനും എല്ലാവരും ഒന്ന് കാണാനും ഉള്ള ഒരു വേദിയും അതിനുള്ള ഒരു സാധ്യതകളും അവർ നമുക്ക് ചെയ്തു തരുന്നുണ്ട്. പിന്നെ തന്നെയല്ല, സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ അവർ അന്വേഷിച്ചറിയുന്നുണ്ട്. നമുക്ക് കിറ്റുകൾ ഇപ്പം തന്നെ ഒരു 3-4 തവണയായിട്ട് ഞങ്ങൾക്ക് കലാസദൻ്റെ രീതിയിലുള്ള സഹായങ്ങൾ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതൊരിക്കലും മറക്കാൻ പറ്റാത്ത ഒന്നാണ്. അതാണ് ഇപ്പോഴത്തെ ആവശ്യം. ഈ ഒരു സാഹചര്യത്തിൽ ഞങ്ങളെപ്പോലുള്ള കലാകാരന്മാർക്ക് ആവശ്യം അതാണ്. പലരും തൊഴിൽ മറ്റൊന്നും അറിയാത്തവരാണ് പല ആർട്ടിസ്റ്റുകളും. ഇത് കഴിഞ്ഞാൽ മറ്റൊന്നിനെക്കുറിച്ച് ചിന്തിക്കാൻ അവർക്കാവില്ല, അവർക്കറിയില്ല. ഈ കല അതിൽ ഉപാസിച്ച് നടക്കുന്ന ആർട്ടിസ്റ്റുകളാണ് പലരും. അതിൽ ഒരു വിഭാഗമാണ് ഞങ്ങൾ ഈ സംഗീത വിഭാഗത്തിലുള്ളവർ. ഇതിപ്പോൾ സ്റ്റേജ് വിഭാഗത്തിലുള്ളതും ഇതര സ്റ്റേജ് വിഭാഗത്തിലുള്ളവരൊക്കെ പറയാൻ പറ്റുകയില്ല. അവരൊക്കെ ഇപ്പോൾ എന്ത് ചെയ്യുന്നത് പോലും അറിയില്ല ഞങ്ങൾക്കാർക്കും. എന്നാൽ കലാസദനിൽ അങ്ങനെയല്ല. അവരൊക്കെ എന്ത് ചെയ്യുന്നത് ഞങ്ങൾക്ക് അങ്ങോട്ടും കൂടെ അറിയാം. അത് കലാസദൻ്റെ നേതൃത്വത്തിൻ്റെ ഒരു പ്രത്യേകത കൊണ്ടാണ് അത് ഞങ്ങൾക്ക് അറിയാവുന്നത്. പലർക്കും ആരെക്കുറിച്ചും അറിയാത്ത ഒരവസ്ഥയുണ്ട് ഇപ്പോഴും. ഞങ്ങളങ്ങനെയല്ല, ഞങ്ങൾക്ക് അറിയാം ഇന്നാൾ ആളിപ്പോൾ ഇന്നാണ് ചെയ്യണം, സുഖമായിരിക്കുന്നു. അത് ഞങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നത് ഇങ്ങനെയാണ്. ഇടയ്ക്കിടയ്ക്കുള്ള ഒരു മീറ്റിങ്ങുകൾ നമ്മൾ കലാസദനിൽ ചെയ്യുന്നു. പിന്നെ ചില പ്രത്യേക ചിലരുടെയൊക്കെ ഇപ്പോൾ വിദേശത്തുള്ളവരുടെയൊക്കെ സഹായങ്ങൾ അവരിൽ നിന്നുള്ള സഹായം സ്വീകരിച്ചുകൊണ്ട് നമ്മളെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അത് പൈസയായിട്ടല്ല ചെയ്യുന്നത്. അവർക്ക് ഒരു പ്രോഗ്രാം ചെയ്യുന്നു, ഓൺലൈൻ പ്രോഗ്രാം ചെയ്ത്, അപ്പോൾ എല്ലാവരും അത് മീറ്റ് ചെയ്യുന്നു, എല്ലാവരും പരസ്പരം കാണുന്നു. അപ്പോൾ അതിനൊക്കെ ഒരു നേതൃത്വം തന്നെയാണ് മുഖ്യമായിട്ടുള്ളത്. ചെമ്പകത്തൈകൾ പൂത്ത മാനത്ത് പൊന്നമ്പിളി ചുംബനം കൊള്ളാനൊരുങ്ങി അമ്പിളി അമ്പിളി പൊന്നമ്പിളി ചുംബനം കൊള്ളാനൊരുങ്ങി ചുംബനം കൊള്ളാനൊരുങ്ങി ചെമ്പകത്തൈകൾ പൂത്ത മാനത്ത് പൊന്നമ്പിളി ചുംബനം കൊള്ളാനൊരുങ്ങി